പ്രതിഷേധം ശക്തമായതോടെ ഗോത്രവകുപ്പ് മന്ത്രി പരാമർശത്തിൽ തടിയൂരി സുരേഷ് ഗോപി. വേർതിരിവിനെ പറ്റിയാണ് താൻ പറഞ്ഞത്. നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രസ്താവന വളച്ചൊടിച്ചു. താൻ പറഞ്ഞതും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ഉന്നത കുലജാതർ ഗോത്രവകുപ്പിന്റെ ചുമതലയിൽ വരണമെന്നായിരുന്നു വിവാദ പരാമർശം. ഇന്ന് കാലത്തൊരു പരാമർശമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നാണ്. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ എടുത്ത് വളച്ചൊടിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പറഞ്ഞത് ഇട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞത് 38,500 കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കിവെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ എത്തിയെന്നൊന്ന് കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം. തൊട്ട് പിറകെ പറഞ്ഞത് മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം. ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം, സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത്. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും മികച്ചതാണ്, ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ട് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തി കളയാൻ, അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ തുടരും. ആരെയും വേദനിപ്പിക്കാനല്ല. ആദ്യത്തെ കരുതൽ ഒരു വിഭാഗത്തിന്, ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് ഒരംശമായ എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു കരുതൽ ഉണ്ടാവുമെങ്കിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അത് ഗോത്രവർഗത്തിന് വേണ്ടി തന്നെയായിരിക്കും. എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ചില പശ്ചാത്തലത്തിൽ ഇഷ്ടമില്ലായ്മക്കാരുടെ ഒരു ആയുധമാക്കി മാറ്റിയാൽ ആ ആയുധത്തിന്റെ മൂർച്ചയും മുനയും ഒടിഞ്ഞു വീഴും. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. അരവിന്ദ്, പ്രസ്താവന പിൻവലിക്കുന്നു, ഓക്കെ, നല്ല കാര്യം. പക്ഷേ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളച്ചൊടിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇതെന്താണ് MP ഉദ്ദേശിച്ച നല്ല കാര്യം അരവിന്ദ്? അമൃത, എന്തായാലും താൻ ചെയ്ത തെറ്റോ അല്ലെങ്കിൽ താൻ പറഞ്ഞതിലോ ഒരു മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് തന്റെ പ്രസ്താവന പിൻവലിക്കുന്നതായി ഇപ്പോൾ സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇന്ന് ഡൽഹിയിൽ രാവിലെയായിരുന്നു BJPയുടെ പ്രചാരണ റാലിയിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നത്. ഇതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ കോണിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് വീണ്ടും ഒരു പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചത്. തന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. താൻ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് തനിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നും സുരേഷ് ഗോപി ആരോപിച്ചു. ഇതുകൂടെ തന്നെ ഈ വിഷയത്തിൽ ഒരു മാപ്പ് പറയുക, അല്ലെങ്കിൽ തനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ തനിക്ക് തെറ്റായ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നു എന്നൊരു കാര്യം പറയാതെ തന്റെ പ്രസ്താവന ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്റെ വിശദീകരണം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ തന്റെ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നിന്ന് തടിയൊരുക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വലിയ രീതിയിലുള്ള വിമർശനം വിവിധ കോണിൽ നിന്ന് ഉയരുകയാണ്. പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ആദിവാസി വിഭാഗത്തെ വംശീയമായി അധിക്ഷേപിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തതാണ്. CK ജാനു അടക്കമുള്ളവർ ഈ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. നമ്മളോട് തന്നെ രാവിലെ ഈ വിഷയത്തിൽ CK ജാനു അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു. എന്തായാലും K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഭരണഘടനാ ലംഘനമാണ് സുരേഷ് ഗോപി നടത്തിയത്. സുരേഷ് ഗോപി ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുവാൻ അർഹനല്ല എന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പ്രസ്താവന പിൻവലിക്കാൻ ഇപ്പോൾ സുരേഷ് ഗോപി തയ്യാറായിരിക്കുന്നത്. പക്ഷേ പ്രസ്താവന പിൻവലിക്കുമ്പോഴും തന്റെ പരാമർശം, അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തിയ പരാമർശം തെറ്റാണെന്നോ ആ വിഷയത്തിൽ മാപ്പ് പറയാനോ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. തന്റെ വിശദീകരണമോ അല്ലെങ്കിൽ തന്റെ പ്രസ്താവനയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കുകയാണ്. താൻ എപ്പോഴും ഗോത്ര വിഭാഗത്തിനെ ബഹുമാനിക്കുന്ന ആളാണ്. തന്റെ പാർട്ടിയാണ് ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ രാഷ്ട്രപതിയായി എക്കിയത്. അട്ടപ്പാടിയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ താൻ ആരാണെന്നറിയാം. താൻ ഇവർക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്യുന്നു അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി വിശദീകരിക്കുമ്പോഴും ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവനയിൽ മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. തന്റെ പ്രസ്താവന ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ അത് പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരുവാൻ മാത്രമാണ് സുരേഷ് ഗോപി ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അമൃത, ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ പറഞ്ഞതും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞ കാര്യത്തിൽ തെറ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ അദ്ദേഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. വിവരങ്ങളാണ് PR അരവിന്ദ് പങ്കുവച്ചത്. കൂടുതൽ